കൃഷി, വിദ്യാഭ്യാസം, രാഷ്ട്രീയം ഇവ ഒരുപോലെ സമന്വയിപ്പിച്ചു കൊണ്ടുപോവുകയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്ത ഒരു രാഷ്ട്രീയക്കാരൻ്റെ, സാമൂഹിക പ്രവർത്തകൻ്റെ, ഒരു യുവ സിംഹത്തിൻ്റെ കഥയിലേക്കാണ്, വിശേഷത്തിലേക്കാണ്. ഇത് മറ്റാരുമല്ല, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിൻ്റെ വിശേഷമാണ്. അദ്ദേഹം അടുത്ത ദിവസം മാധ്യമ പ്രവർത്തകരാകേണ്ടവർക്കുള്ള ആ ഒരു മാധ്യമ പ്രവർത്തന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് പുറത്തിറങ്ങുന്നവരെ ആശീർവദിച്ചുകൊണ്ട്, അവരെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയായിരിക്കണം നല്ലൊരു മാധ്യമ പ്രവർത്തകൻ, എങ്ങനെയായിരിക്കണം ഒരു വിദ്യാർത്ഥി, എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിലൂടെ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എൻ്റെ നമസ്കാരം. മറ്റൊരു സംസ്ഥാനതല പ്രവേശനോത്സവം 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. സമാനമായ ഒരു പരിപാടിയാണിത്. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഒരു സുപ്രധാനമായ ഒരു അധ്യായം, അതിൻ്റെ തുടക്കം ഇവിടെ കുറിക്കുകയാണ്. കഴിഞ്ഞ പരിപാടിയിൽ പോയപ്പോൾ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിലാണ്. അതിനുശേഷം അവർ ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും കടന്നു പോകാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളാണ്. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എന്തായിരിക്കും എന്ന ഒരു കൃത്യമായ കണക്കൂട്ടലോട് കൂടി അത് സെലക്ട് ചെയ്ത് ജേർണലിസം പഠിക്കുവാനായിട്ട് വന്നിരിക്കുന്നവരാണ്. ഭാവിയിൽ നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ മൈക്ക് പിടിച്ച് നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നതും ഞങ്ങളെക്കുറിച്ചൊക്കെ ലേഖനങ്ങൾ എഴുതുന്നതും ഞങ്ങളെ ചോദ്യം ചെയ്യുന്നതും വിമർശിക്കുന്നതും ഒക്കെ ഞാൻ നോക്കിക്കാണുകയാണ്. വലിയ ഉത്തരവാദിത്തമുള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ജനാധിപത്യത്തിൻ്റെ 4th പില്ലറാണ് മാധ്യമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് വളരെ ശരിയാണ് തന്നെ. കാരണം ജനാധിപത്യം അത് എല്ലാ ആളുകൾക്കും അനുഭവവേദ്യമാകണമെങ്കിൽ അവിടെ വിമർശനങ്ങൾ ഉണ്ടാവണം, അഭിപ്രായങ്ങൾ ഉണ്ടാവണം, ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി മാറാൻ കഴിയണം. അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനായിട്ട് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവര് ചോദ്യം ചെയ്യപ്പെടണം, വിമർശിക്കപ്പെടണം. എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ കേവലം സ്തുതിപാഠകർ മാത്രമായി മാറേണ്ടവരല്ല. അപ്പോൾ അങ്ങനെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന വലിയ ഒരു കണ്ണിയായി പ്രവർത്തിക്കുവാനായിട്ട് അവസരം ലഭിച്ച് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് സ്വയം തിരഞ്ഞെടുത്ത് വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ആ സാധ്യതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഇവിടുത്തെ ഒരു വർഷത്തെ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ മാധ്യമപ്രവർത്തനം വലിയ മത്സരം നിറഞ്ഞൊരു കാലഘട്ടമാണ്. പണ്ട് നമുക്ക് ഏതാനും പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്ര വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രിന്റ് മീഡിയ ഒരു വശത്ത് നിൽക്കുന്നു, ഡിജിറ്റൽ വിഷ്വൽ മീഡിയ വലിയ തോതിൽ വളർന്നു വരുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും പുതിയ പുതിയ ചാനലുകൾ കടന്നു വരുന്നു. ഡിജിറ്റൽ മീഡിയയുടെ പ്രസൻസ് വളരെ അധികമായിട്ടുണ്ട്. അതിലെല്ലാം ഉപരിയായി ഇന്ന് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരാണ്. നമ്മളെല്ലാ ദിവസവും ഓരോ സെക്കൻഡിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ട് കടന്നു വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനായിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു വ്യക്തി എന്ത് ചിന്തിക്കണം, എന്ത് കാണണം, എന്ത് വായിക്കണമെന്ന് നമ്മൾ പോലും അറിയാതെ ഈ ഡിജിറ്റൽ മീഡിയ ഭീമന്മാര് അവരുടെ അൽഗോരിതംസ് ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ അൽഗോരിതംസ് ആണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്താ കാണേണ്ടത്, നമ്മൾ എന്താണ് വായിക്കേണ്ടത്, നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്നത്. അങ്ങനെ അൽഗോരിതങ്ങളുടെ തടവറയിലാണ് നമ്മൾ പലരും. ആ തടവറയ്ക്ക് പുറത്ത് കടക്കുവാനായിട്ട് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വാട്സപ്പിലും സമൂഹ മാധ്യമങ്ങളിലും കാണുന്ന വിവരങ്ങൾ അത് പലതും കൃത്യമായിട്ടുള്ള വിവരങ്ങളാണോ, ചിലപ്പോൾ
ഇൻഫർമേഷൻ എന്ന പേരിൽ, ന്യൂസ് എന്ന പേരിൽ വികാരങ്ങൾ കടത്തിവിടാനായിട്ടുള്ള ശ്രമമുണ്ട്, അജണ്ടകൾ കടത്തിവിടാനായിട്ടുള്ള ശ്രമമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഒരു വാർത്ത വരുമ്പോൾ ആ വാർത്തയ്ക്ക് പിന്നിലുള്ള അജണ്ടയും അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയവുമുണ്ട്. പല വാർത്തകളുടെയും പിന്നിൽ ആ അജണ്ടയും രാഷ്ട്രീയവും ഒക്കെ തിരിച്ചറിയാൻ പലർക്കും സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇതെല്ലാം ഈ സാധ്യതകളൊക്കെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളും ഈ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ അൽഗോരിതങ്ങൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സമയത്ത് ശരിയായ വാർത്തകൾ, കൃത്യമായ റിപ്പോർട്ടിംഗ് നടത്തുവാനായിട്ട് നമുക്ക് ശരിയായ മാധ്യമ പ്രവർത്തകർ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇൻഫർമേഷനും ആർക്ക് വേണമെങ്കിലും പടച്ചുവിടാം. അത് യാഥാർത്ഥ്യമാണ്, അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം വളർന്നു വരും. അപ്പോൾ അവിടെ ശരിയായ മാധ്യമ പ്രവർത്തനം നടത്താൻ, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുവാനായിട്ട് കഴിവുള്ള മാധ്യമ പ്രവർത്തകർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇന്ന് അത്തരം ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ കോമ്പറ്റീഷൻ ഉണ്ട്. എങ്ങനെ TRP കൂട്ടാം എന്ന് ആലോചിച്ച് ഇരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് പലതും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ വിഷ്വൽ മീഡിയയ്ക്കൊക്കെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ബ്രേക്കിംഗ് ന്യൂസ് പഠിക്കാം. അതിന്റെ ഒരു ഉത്തരവാദിത്വം കൊടുക്കേണ്ട കാര്യമില്ല. സോഴ്സസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എവിടുന്ന് കിട്ടിയെന്ന് തിരിച്ചാലും ചോദിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്ന വാർത്തകൾക്ക് അതിന് വലിയ ഇമ്പാക്ട് ഉണ്ട്. നമ്മൾ സോഴ്സസ് എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇത് നാട് മുഴുവൻ ചുറ്റിച്ചൊന്ന് തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ചിലപ്പോൾ അത് മാറി, അതായിരിക്കില്ല ചിലപ്പോൾ യാഥാർത്ഥ്യം. അപ്പോൾ പ്രിന്റ് മീഡിയയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്, ഡിജിറ്റൽ മീഡിയയ്ക്ക് പ്രാധാന്യമുണ്ട്, വിഷ്വൽ മീഡിയയ്ക്ക് പ്രാധാന്യമുണ്ട്, സോഷ്യൽ മീഡിയയുടെ നമ്മുടെ വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് യഥാർത്ഥ സത്യസന്ധമായ മാധ്യമപ്രവർത്തനം നടത്തുവാനായിട്ട് നമുക്ക് നല്ല മീഡിയ പ്രവർത്തകരെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് നല്ല മീഡിയ പ്രവർത്തകരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കുവാനായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇന്ന് നെഗറ്റീവ് വാർത്തകളുടെ ഒരു കാലഘട്ടമാണ്. കാരണം നെഗറ്റീവ്സ് ആണ് നന്നായിട്ട് സെല്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വാർത്തകളോടൊപ്പം നമുക്ക് പോസിറ്റീവായിട്ടുള്ള വാർത്തകളും പോസിറ്റീവായിട്ടുള്ള വിവരങ്ങളും പുറത്തു കൊണ്ടുവരാം. ചില ദിവസങ്ങളൊക്കെ TV കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, കുറച്ചു നേരം വാർത്ത കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഡെസ്പായി പോകും. കാരണം നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സീരിയൽ കാണുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതിനപ്പുറത്ത് നമുക്ക് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ, പോസിറ്റീവ് തിങ്കിങ് ആളുകളിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് മാധ്യമപ്രവർത്തനങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക്. അതോടൊപ്പം നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറാനും നമുക്ക് സാധിക്കണം. കാരണം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾ, കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ, അതിന് ചിലപ്പോൾ വലിയ TRPയും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സാധ്യതകളൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്, അത് അധികാരവർഗത്തിൻ്റെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടും മാധ്യമപ്രവർത്തകർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് പറഞ്ഞത് വളരെ ഉത്തരവാദിത്തമുള്ള, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രമാണ്. ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് വലിയ ചരിത്രവും പാരമ്പര്യവും ഒക്കെയുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നല്ല മാധ്യമപ്രവർത്തകരായി തല ഉയർത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അവരുടെ മാതൃകയിൽ നിങ്ങൾക്കും ഓരോരുത്തർക്കും വളർന്നു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സാങ്കേതികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ സെക്രട്ടറി പറയുകയുണ്ടായി. അത് തീർച്ചയായിട്ടും അത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ, ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച് സാധ്യതകൾ, യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല മാധ്യമപ്രവർത്തകരായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഈ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി ഇവിടെ കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്രസ് ക്ലബിനെയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഴുവൻ സാരഥികളെയും ഒക്കെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല മാധ്യമപ്രവർത്തകരായി മാറാൻ നാളുകളിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഇന്ററാക്ഷൻ ആണ്. ഒരു 4-5 ചോദ്യങ്ങൾക്ക് മറുപടി പറയും. മന്ത്രിയാണ് കിട്ടിയിരുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ പഠിച്ചു വരുന്നേ ഉള്ളൂ. ക്ലാസ്സില് പ്ലീസ്. നമസ്കാരം സാർ. നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് ഉമാനന്ദന. ഉമാനന്ദന. യെസ്, ഉമ പറയൂ. സാർ, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആയിക്കോട്ടെ. ആദ്യം തന്നെ സാറിന് അഭിനന്ദിക്കുകയാണ്. പരിസ്ഥിതി സ്ഥലത്തിലെ പ്രശ്നം 60 വർഷമായിട്ട് നിന്ന പ്രശ്നം പരിഹരിച്ചതിന് മനോഹരമായി തന്നെ അത് പരിഹരിച്ചു. അപ്പൊ അതിനുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പൊ അതിന് സാർ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമ്മള് ഒരു ജനാധിപത്യ സംവിധാനത്തില് നമുക്ക് ഡയലോഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. പല പ്രശ്നങ്ങളും ഞാൻ ആദ്യമായിട്ടല്ല ഒരു ജനപ്രതിനിധിയാവുന്നത്. ഞാൻ 10 വർഷമായിട്ട് MLA ആയിട്ട്, ഇത് 11ാമത്തെ വർഷമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണത്. നമ്മൾ പരിഹരിക്കാൻ സാധിക്കാത്ത പല വിഷയം, അല്ലെങ്കിൽ തർക്കങ്ങളിൽ, പ്രശ്നങ്ങളിൽ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ വിളിച്ചിരുത്തി നമ്മളൊരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച ചെയ്താൽ തീർക്കാൻ സാധിക്കാത്തതായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രൊവൈഡഡ് തീർക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഇത് ചർച്ചയ്ക്ക് വരുന്ന ആളുകൾക്കും ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളുകൾക്കും ഉണ്ടാവണം. ആ നിലയ്ക്ക് ഞാൻ ഈ വിഷയം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു പെരിയത്തുകാവിലെ. 10-60 വർഷമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 3 തലമുറയായിട്ട് നടക്കുന്ന ഒരു കേസാണ്. അതായത് ഈ കേസ് കൊടുത്ത ആളുടെ മക്കളുടെ മക്കളാണ് ഇപ്പോൾ കേസ് 20 വർഷത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഈ വിഷയം അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന ആദ്യത്തെ റൗണ്ട് നമ്മൾ അവരുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ തന്നെ എനിക്ക് പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ സംസാരിച്ചാൽ അത് തീരുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അത് തീർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ മുമ്പിൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഇത് പരിഹരിച്ചേ തീരൂ എന്നുള്ളത്. അപ്പോൾ പലതരത്തിൽ ഇടയ്ക്ക് വെച്ചിത് പലരും വിട്ടുപോകാനായിട്ട് അല്ലെങ്കിൽ പിന്മാറിപ്പോകാൻ, ചർച്ചയ്ക്ക് അവസാനിപ്പിക്കാനൊക്കെ ശ്രമമുണ്ടായി, പല വിമർശനം ഉണ്ടായി. ഇടയ്ക്ക് വെച്ച് ചില ആളുകൾ പറഞ്ഞു ഗവൺമെന്റ് ഇത് തീർക്കാനൊന്നും പ്ലാനില്ല, തീർക്കാൻ താല്പര്യമില്ല, നമ്മളെയൊക്കെ വിമർശിച്ചു. നമ്മൾ ഒരാളുടെ കൂടെയാണ്, മറ്റേയാളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ തിരിച്ചൊരു വാക്കും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ തീർക്കും തന്നെയാണ്. അപ്പോൾ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ഈ നിയമങ്ങളിലും ടെക്നിക്കാലിറ്റീസും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വിഷയങ്ങളെ സമീപിക്കാം. അതിനപ്പുറത്ത് നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കണമെന്നൊരു മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ തീർക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം നമുക്ക് അതാണ് ഇപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം അതുമാണ്. ഇപ്പോൾ കോടതി പറയുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പക്ഷെ നമ്മൾ നിൽക്കുന്നത് ആ നിയമത്തെ വ്യവസ്ഥയ്ക്ക് അപ്പുറത്ത് നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു മാനുഷിക പരിഗണനയോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതായിരുന്നു അവിടെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്. യെസ്, താങ്ക് യു. പല കുട്ടികളും വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ സാറിന് എനിക്ക് വിശ്വാസമുണ്ട്, സാർ ഇവിടെ തന്നെ കേരളത്തിന് തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും നല്ലൊരു സംസ്ഥാനമായിട്ട് കൊണ്ടുവരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ നടത്തുകയാണ്? ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഉമ്മയിരുന്നത്. നമുക്ക് ഒത്തിരി സാധ്യതകൾ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുണ്ട്, കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. അപ്പോൾ പക്ഷെ നമുക്ക് ആ സാധ്യതകൾ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇതേ ചോദ്യത്തിന് വേറൊരു സ്ഥലത്ത് ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ചുരുക്കി പറയാനുള്ളത്, തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് നമുക്കുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിന് സാധ്യമാകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ ബഡ്ജറ്റിൽ വന്നത്. നമുക്ക് കേരള നോളജ് വാലി ആയാലും, കേരള ജോബ് വാച്ച് ടവർ ആയാലും, അതുപോലെ തന്നെ ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് പോലുള്ള ആശയങ്ങളൊക്കെ നമ്മൾ മാറുന്ന കാലഘട്ടത്തിനനുസൃതമായി വിദ്യാഭ്യാസ രംഗത്തെയും നമ്മുടെ തൊഴിൽ മേഖലയും ഒക്കെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ്.
അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്കൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും. പക്ഷേ വി ആർ കമ്മിറ്റഡ് ടു ഡു ദാറ്റ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ കേൾക്കുന്ന 2 കൺസേൺസ് ആണ്. ഒന്ന്, പഠിക്കുന്ന കുട്ടികളുടെ മെന്റാലിറ്റി ചേഞ്ച് ആയി, അതാണ് ആദ്യം എല്ലാവരും പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഇവിടെ അവസരങ്ങളില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടില് സാറിന് എന്താണ് തോന്നുന്നത്? എന്തായിരിക്കും മെന്റാലിറ്റി ചേഞ്ച് ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ് എന്നുള്ളൊരു ബേസിക്കലി അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അല്ല, ചിന്തിക്കുന്നത് വേറെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് തെറ്റൊന്നും കാണുന്നില്ല. നമ്മള് ഓരോ കാലഘട്ടത്തിലും വിദ്യാർത്ഥികള് അല്ലെങ്കിൽ ഓരോ തലമുറയും ആ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ. പഴയ തലമുറ എല്ലാം ശരിയായിരുന്നു, ഇന്നത്തെ തലമുറ മോശമാണ് എന്ന അഭിപ്രായമേ എനിക്കില്ല. അന്നത്തെ തലമുറ അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചു, ചിന്തിച്ചു. ഇന്നത്തെ തലമുറ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു, ചിന്തിക്കുന്നു. അത് ശരിയാണ്, ഇത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. മാത്രമല്ല, ഞാൻ കാണുന്നത് പഴയ തലമുറയേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജിയും അതിൻ്റെയൊക്കെ പീക്കിൽ നിൽക്കുകയാണ് ലോകം. ആ പീക്കിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടിയ ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഇന്ന് പഴയ തലമുറയെ സംബന്ധിച്ച് ഒരു ക്ലാസ്സിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഒരു സിലബസിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ ചലഞ്ചാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്കിപ്പോൾ മീഡിയ ഇവിടെ പഠിക്കുന്ന ജേർണലിസത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സിന്റെ ഒരു സിലബസ് നിങ്ങൾക്ക് കൊടുത്താൽ, ഗൂഗിളിൽ കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അങ്ങനെ ഒരു കേവലം ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, അറിവ് കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒരു കോളേജിലേക്ക് വരണമെന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ ഇൻഫർമേഷനും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഈ എന്താ പറയുന്നത് ടെക്നോളജി ഗ്രോത്തിന്റെ ഒരു പീക്കിൽ ആ ഒരു എക്സ്പോഷറിൽ കടന്നു വന്ന നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിയെ ഒരു കൺവെൻഷണൽ ക്ലാസ് റൂം സെറ്റിംഗിൽ അഡ്രസ് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൺവെൻഷണൽ ക്ലാസ് റൂം രീതിയിലും ഇന്നത്തെ ക്ലാസ് റൂം രീതികളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ഇന്നത്തെ തലമുറ കുറെ കൂടി പഴയ നമ്മുടെയൊക്കെ തലമുറയേക്കാൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തലമുറയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ തലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് അതെങ്ങനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താമെന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. ഇപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു കുട്ടി ചോദിച്ചിരുന്നു, ഇപ്പോൾ എ വന്നു. അപ്പോൾ എ വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വർക്ക് ഇവിടെ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എയിൽ കൊടുത്താൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമ്മളെല്ലാം ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസ് ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ട് പോകുന്നത്. അപ്പോൾ കാലഘട്ടത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കുക, സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, അതൊക്കെ നമ്മുടെ ഒരു ഹ്യൂമൻ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വളർച്ച, ഒരു പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ ഇന്റലക്ച്വൽ ഗ്രോത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, ഒരെണ്ണമായിരുന്നു ചോദിച്ചല്ലേ? വിദേശത്ത് പോകുന്നത് നമുക്കിപ്പോ ഒരാൾ ഇവിടെ നിൽക്കണം, പുറത്ത് പോകാൻ പാടില്ല എന്നൊന്നും പറയാനുള്ള അവകാശം, സ്വാതന്ത്ര്യം നമുക്കില്ല, അധികാരം നമുക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ അവർ പോകുന്നതിന് പല കാരണങ്ങളും ഉണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മോശമായതുകൊണ്ട് മാത്രമല്ല അവർ അവിടെ പോകുന്നത്. അവിടെ പോകുന്നതിന് ഒന്ന്, അവർ തൊഴിൽ സാധ്യതകൾ നോക്കുന്നുണ്ട്. രണ്ട്, അവിടുത്തെ ലൈഫ് സ്റ്റൈല് ആഗ്രഹിച്ചു പോകുന്നവരുണ്ട്. അവിടെ ലഭിക്കുന്ന ഒരു ഫ്രീഡവും അവിടുത്തെ ഒരു എൻവയൺമെന്റും, പിന്നെ വിദേശത്ത് പോവുക എന്നുള്ള വേറൊരു സ്വപ്നം. അതൊക്കെ എല്ലാവർക്കും പലരും തലയാട്ടുന്നുണ്ട്. ആരൊക്കെ പോകുന്നുള്ളതാണ് ഇനി കാണേണ്ടത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് പുറത്ത് പോകുന്നതിന്. പക്ഷെ നമുക്ക് ചെയ്യാവുന്നത്, വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ പ്രോഗ്രാമുകളും കോഴ്സുകളും മോശമായതുകൊണ്ട് ആരും പോകുന്നു എന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലോബൽ എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു നാഷണൽ എക്സ്പോഷറോ ഒക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭ്യമാക്കാൻ, ആ തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്കിവിടെ ലഭ്യമാക്കാൻ കഴിയണം. അത് ആ അവസരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം. പിന്നെ അതിനുശേഷം ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്, നമുക്ക് അതിനകത്ത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ വിൽ ട്രൈ ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് ഫെസിലിറ്റീസ് ഹിയർ. താങ്ക് യു. നമസ്കാരം. ഓക്കെ. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അറ്റ് പ്രസന്റ് എന്ന് വെച്ചാൽ കുറെ നാളായിട്ട് ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ
കുറെ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ സ്കൂളിൽ സ്പോർട്സ് ചെയ്യുന്നവരുണ്ടാവും, പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് കോളേജിൽ കയറുമ്പോഴായാലും അവർ സ്പോർട്സിന്റെ പുറകെ പോകും. ഈ സ്പോർട്സിന് അവർക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നുള്ള ഗ്രേസ് മാർക്കുകൾ കൂടുതൽ, ലൈക്ക് ഗ്രേസ് മാർക്കുകൾ കമ്പാരിറ്റീവ്ലി ആർട്സിനെ വെച്ച് നോക്കുമ്പോൾ ഗ്രേസ് മാർക്കുകളായാലും അതുപോലെ തന്നെ മറ്റ് ഇവന്റ്സ് കൂടുതൽ വരുന്നതായാലും കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആർട്സിന് തന്നെ ഞാനിപ്പോ ഇവിടെ ഇപ്പൊ സ്കൂൾ തലം എടുത്ത് നോക്കുകയാണെങ്കിൽ സംസ്ഥാന തലമുണ്ട്, ശരി തന്നെയാണ്. ഇപ്പം ആർട്സ് ഇവിടെ യൂണിവേഴ്സിറ്റി തലം നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് സോൺ തലമുണ്ട്, നാഷണൽ തലമുണ്ട്. പക്ഷെ ഇതിനൊന്നും അവിടെ നാഷണൽ തലമായാലും സൗത്ത് സോൺ തലമായാലും അവിടെ തന്നെ നിന്നു പോകുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു. ഞാൻ 4 വർഷമായിട്ട് നാഷണലിസ്റ്റ് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലെ ട്യൂട്ടറായിട്ട് അതെ അവിടെ പെർഫോമറായിട്ടും സ്റ്റുഡന്റ് ആയിട്ടും പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഫോക്ക് ഓർക്കസ്ട്രയാണ്. കഴിഞ്ഞ വർഷം നാഷണൽസ് പോയി ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്റെ മെന്ററായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഇപ്പോഴും സ്പോർട്സ് കോട്ട എന്ന് പറയുന്ന ഒരു രീതിയിലായാലും അവർക്കൊരു മുൻഗണന കിട്ടുന്നുണ്ട് എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഒരു മന്ത്രിയുടെ അടുത്തോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉന്നത രീതിയിലുള്ള ഒരാളുടെ അടുത്ത്. പക്ഷെ എനിക്കിപ്പോഴാണ് ചോദിക്കാനൊരു അവസരം കിട്ടിയത്. സ്പോർട്സിന് ലഭിക്കുന്ന പ്രയോറിറ്റി അഡ്വാൻറ്റേജ് ആർട്സിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ സ്പോർട്സിന് പോകണമെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്പോർട്സ് കോട്ട ജോലിയായി കിട്ടുന്നുണ്ട്. ആർട്സിനും യൂത്ത് ഫെസ്റ്റിവലിലും അതുപോലെ തന്നെ നാഷണൽ ഇതിലും ഒക്കെ പങ്കെടുക്കുന്നവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ടല്ലോ. ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട് ഇല്ലെന്നല്ല സാർ, ബട്ട് ആ ഗ്രേസ് മാർക്ക് എന്നുള്ള സാധനം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇല്ല. അവര് പിന്നെ ആർട്സിന്റെ പുറകെ ചിലപ്പോ ഈ നാഷണൽസിന് പോകുമ്പോ പോലും അത് ചിലപ്പോ ഈ മാർക്കിന് വേണ്ടി മാത്രമായിരിക്കും വരുന്നത്. സംഭവം ഞാനത് ചെക്ക് ചെയ്യാം. ഞാൻ അതിന്റെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ഞാൻ മറുപടി പറയാം. പറഞ്ഞ കാര്യം വാലിഡ് ആണ്, അത് ഐ ടേക്ക് ദാറ്റ് സീരിയസ്ലി. അപ്പൊ ഓക്കെ, ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇനി ഉണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റ് ചോദിച്ചു ആർക്കെങ്കിലും? അതെ അതെ അത് ഇവിടുത്തെ പഴയ പൂർവ്വ വിദ്യാർത്ഥിയാണ്, എന്റെ കൂടെ ഉണ്ട്. അതെ ചോദ്യം. അതായത് ബഹുമാനപ്പെട്ട മന്ത്രി SH കോളേജ് തേവരയുടെ പ്രോഡക്റ്റ് ആയിരുന്നു. പിന്നീട് ഹൈദരാബാദ് സർവകലാശാലയിലെത്തി, പിന്നീട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെത്തി. ഈ കാലയളവിലുടനീളമാണ്. അതായത് തേവര കോളേജിൽ യൂണിയൻ ചെയർമാനായി, പിന്നീട് JNU NSU വൈസ് പ്രസിഡന്റായി, പിന്നീട് NSU അധ്യക്ഷനായി. ഈ NSU അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. MPhil അടക്കം ആ ഘട്ടത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് പഠനവും പൊളിറ്റിക്സും ഇത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പ്രതിസന്ധി ഉണ്ട്. രാഷ്ട്രീയം കളിച്ചാൽ അത് തന്റെ അക്കാഡമിക് കരിയറിനെ അത് ബാധിക്കുമെന്ന തരത്തിൽ വലിയ വിമർശനം വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അങ്ങ് ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിച്ച ലോകവിമൂല സമരം അടക്കം നയിച്ചത്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പൊളിറ്റിക്സും പഠനവും എന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്? അല്ല, ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ എവിടെ കൊടുക്കുന്നു എന്നുള്ളതിനാണ് കാര്യം. നമുക്ക് എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ കോളേജ് കാലഘട്ടം തുടങ്ങി. ഇൻഫാക്ട് സ്കൂൾ കാലഘട്ടം, ഞങ്ങളൊക്കെ മലബാറുകാരാണ് ബേസിക്കലി. അപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ കണ്ണൂരായിരുന്നു. അതിനുശേഷം കോളേജിൽ വന്നപ്പോഴും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം പഠിക്കണമെന്നുള്ളതും വളരെ നിർബന്ധമായിരുന്നു. കാരണം നമുക്ക് സാധാരണ ഒരു കാർഷിക കുടുംബത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് പഠിച്ച് രക്ഷപ്പെട്ടേ മതിയാവും, മറ്റു മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും പാളിപ്പോയാൽ നമ്മുടെ ജീവിതം തീർന്ന് തിരിച്ചു ചെന്ന് പറമ്പിൽ പണിയെടുക്കാനേ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠനവും പ്രാധാന്യത്തോടുകൂടി തന്നെ കണ്ടു, രാഷ്ട്രീയവും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കണ്ടു. പിന്നെ രണ്ടിനും നമ്മൾ സമയം കണ്ടെത്തുന്ന ഇതെല്ലാം പറഞ്ഞില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ യുവർ പ്രയോറിറ്റീസ്. നമ്മൾ എന്താണ് പ്രയോറിറ്റി? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ദിവസത്തിൽ എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. അപ്പോൾ നമ്മളൊരു മന്ത്രിയായിരിക്കുമ്പോൾ നമുക്കുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരു MLA ആയിരിക്കുമ്പോഴൊക്കെ എത്രത്തോളം സമയത്തിന്റെ കൺസ്ട്രെയിൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നമ്മളൊരു 24 മണിക്കൂർ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് നമ്മുടെ സ്ക്രീൻ ടൈം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ആ സ്ക്രീൻ ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് എത്ര സമയം, ഇൻസ്റ്റാഗ്രാം എത്ര സമയം, ഓരോ ആപ്പിനും നമ്മൾ ചെയ്ത സമയമൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. ഒരു വീക്കിലി ആവറേജും ഒക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മുടെ പ്രയോറിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം എവിടെയാണെന്നുള്ളത്. അപ്പം ഞാൻ അത്ഭുതപ്പെടും. അപ്പം ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാറുണ്ട്,
അദ്ദേഹം MLA ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഈവൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം വായനയ്ക്ക് കൊടുക്കുന്ന ഒരു സമയമുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് ഇങ്ങനെ ഈ തിരക്കിനിടയിൽ നമുക്ക് വായിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടാറില്ല എന്ന്. പക്ഷെ അദ്ദേഹം അതിന് സമയം കണ്ടെത്തുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് അദ്ദേഹം കയറി, കാരണം ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യില്ല, അപ്പം തന്നെ പുസ്തകം എടുക്കുകയാണ്, കയ്യിലെടുക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത് അദ്ദേഹത്തിന് അത് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടാണ്, വായനയ്ക്ക് അത്രയധികം പ്രയോറിറ്റി അദ്ദേഹം കൊടുക്കുന്നതുകൊണ്ടാണ് അതിനിടയിൽ എത്ര തിരക്കുകളുണ്ടെങ്കിലും അതിനിടയിൽ അതിന് സമയം കണ്ടെത്തുന്നത്. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും അതിനിടയിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന വാട്സപ്പ് നോക്കാനും ഇൻസ്റ്റാഗ്രാം നോക്കാനും ഫേസ്ബുക്ക് നോക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തും. അത് നമ്മൾ എവിടെയാണ് നമ്മുടെ പ്രയോറിറ്റി എന്നനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇത് നമ്മളിത് എങ്ങനെയാണ് 24 മണിക്കൂർ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് എന്തും സാധിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ ബാക്കി നിങ്ങൾ ജേർണലിസ്റ്റുകളൊക്കെ ആയി പുറത്തിറങ്ങി വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. അപ്പോൾ അവിടെ ഈ ചോദ്യങ്ങൾ ബാക്കി ആവർത്തിക്കാം. താങ്ക് യു. മുഖ്യ പ്രഭാഷണത്തിനായി ഡോക്ടർ ബാബു ഗോപാലകൃഷ്ണൻ സാറെ ക്ഷണിക്കുന്നു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഒരു നല്ല മാതൃകയാണ്. ഈ മാതൃക വിദ്യാർത്ഥികൾക്കും സാമൂഹിക പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും പകർത്താവുന്നതേ ഉള്ളൂ. എന്തായാലും നല്ല നല്ല തീരുമാനങ്ങളും നല്ല നല്ല പുരോഗതിയും റോജി ജോൺ എന്ന മന്ത്രിയിലൂടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.